ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മക്രൂണിയാണ്. മക്രൂണി ആണ്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളാണ് ഇപ്പോൾ കാണിക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി, ഉള്ളി, തക്കാളി, ക്യാപ്സിക്കോ, മല്ലിച്ചപ്പ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ? മക്രൂണി പസയിലേക്കുള്ള ഉള്ളി മുറിക്കുകയാണ് സവാര രീതി. സ്ലീപ്പിംഗ് ലൈൻസിലാണ് മുറിക്കുന്നത്. വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അടുപ്പിലേക്ക്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ഇപ്പോൾ മക്രൂണി പാസ്ത ഉണ്ടാക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ ആദ്യം പച്ചക്കറി ഐറ്റംസ് എല്ലാം മുറിച്ചു. അതിനുശേഷം നമ്മൾ മക്രൂണി വേവിക്കാൻ വേണ്ടി വെക്കുകയാണ്. അതിലേക്ക് ഓയിലും ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നന്നായി ഇളക്കിയ ശേഷം നന്നായി വേകാൻ വേണ്ടി പൊത്തി വെച്ചു. And we finish onion cutting and serve to the boil. When we cut tomatoes, when we cut our finished tomatoes and serve a plate. When we cut ginger in small size. അങ്ങനെ നമ്മൾ മക്രോണി പാസ്ത തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് വേവാനുണ്ട് കേട്ടോ. When the garlic are 3 pieces, cut it. When the garlic is ready, is served to bowl. ഇതൊക്കെയാണ് ഗൈസ്. ഉള്ളിലിട്ടാണ് അവസ്ഥ. ക്യാപ്സിക്കം മുറിച്ച് വെക്കുകയാണ്. ക്യാപ്സിക്കം റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മല്ലിച്ചപ്പും അരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ക്യാപ്സിക്കം വെക്കുകയാണ് കേട്ടോ. അല്ല, മല്ലിച്ചപ്പ്, സോറി. ഒന്നിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചക്കറി ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ക്യാപ്സിക്കം, തക്കാളി, വെളുത്തുള്ളി, മല്ലിയില, ഇഞ്ചി, ചെറിയ ഉള്ളി എല്ലാം റെഡി ആയിട്ടുണ്ട്. മക്രോണി ഈസ് റെഡി. മക്രോണി വെന്ത ശേഷം നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഊറ്റിയെടുക്കുകയാണ്. അരിപ്പവട്ടയിലേക്കാണ് ഊറ്റിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല സകല പോകുന്നുണ്ടായിരുന്നു. ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഓയിലാണ് ഒഴിക്കേണ്ടത്. എണ്ണ ഒഴിക്കുകയാണ് പാനിലേക്ക്. എണ്ണ ചൂടായപ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്തു. അത് നന്നായി വഴറ്റി കൊടുക്കുകയാണ്. ഉള്ളി ഇട്ട് കൊടുക്കുകയാണ് പാനിലേക്ക്. ഉള്ളി വാട്ടി കൊടുക്കട്ടോ. നന്നായി വാടുന്ന വരെ വാട്ടിയെടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുക്കട്ടോ. ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കട്ടോ. അതിൻ്റെ കൂടെയുള്ള തക്കാളി ഇട്ട് കൊടുക്കാം. പച്ചക്കറി ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. അത് മിക്സ് ആക്കി കൊടുക്കട്ടോ. നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം. പച്ചക്കറിയെല്ലാം വാടി വന്നതിന് ശേഷം നമുക്ക് മസാല പൗഡറെല്ലാം ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മസാല പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. അതാ ചില്ലി ഫ്ലേക്സ്. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന്. എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിനുള്ള പച്ചമണം മാറട്ടോ. ബീഫ് ചെറുതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മക്രോണിയിലേക്ക് ഇടാൻ വേണ്ടി നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം കേട്ടോ.
നമ്മളൊക്കെ ബീഫ് ഉണ്ടോണ്ടാണ് നമ്മൾ ബീഫ് ഇട്ടിട്ടുള്ളത്. കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മക്രോണി ഈസ് റെഡി ഫോർ ഹാസ് ഈ ചില്ലി നമുക്ക് ഇതാക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്ക് പൊട്ടിക്കാം കേട്ടോ. കാരണശേഷം മല്ലിച്ചപ്പിട്ട് കൊടുത്തോട്ടോ. നമ്മളെ മക്രോണിയെല്ലാം റെഡിയായ ശേഷം പ്ലേറ്റിലേക്ക് വിളമ്പിയാണ് കേട്ടോ. പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാണ് തിന്നാൻ വേണ്ടി കേട്ടോ. അത്രയും നല്ല മണമായിരുന്നു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ പ്ലേറ്റിലെല്ലാം വിളമ്പി തിന്നു കേട്ടോ. അപ്പം തിന്നുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. എൻ്റെ അനിയനെ ഉറങ്ങുകയാണുണ്ടായിരുന്നത്. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് വിളിച്ചിട്ടുള്ള കുറച്ച് ക്ഷീണത്തിലുള്ള തുന്നലാണ് ഇപ്പോൾ കാഴ്ച കാണുന്നത്. പിന്നെ ഞാനും എൻ്റെ അനിയനും തിന്നുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വായിൽ പോയത് അറിയില്ല. നല്ല രുചിയും. എത്ര പെട്ടെന്ന് നമ്മളെ പ്ലേറ്റെല്ലാം കാലിയാണ് കേട്ടോ. അപ്പം ഉണ്ടാക്കുന്നതാണെങ്കിൽ ഉണ്ടാക്കി നോക്കും. നമ്മളെ കമൻറ്റിൽ അഭിപ്രായം രേഖപ്പെടുത്തും കേട്ടോ. നല്ല ബീഫിൻ്റെ പീസൊക്കെ ഉണ്ട്. നല്ല അതുപോലെ ടേസ്റ്റ് ആയിട്ടുണ്ട്. ബൈ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.